ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് എന്ന് വന്നിരിക്കുന്നത് ഒരു വ്ളോഗായിട്ടാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2010 മോഡൽ ഫോർച്യൂണറാണ്. അപ്പോൾ ഈ 2010 മോഡൽ ഫോർച്യൂണറിനെ നമ്മൾ 2012 to 2017 കാലഘട്ടത്തിൽ ഇറങ്ങി ആ ഫോർച്യൂണറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിന് ഒരുപാട് പാർട്സുകൾ നമുക്ക് റീപ്ലേസ് ചെയ്യണം. അതിൻ്റെ ഫ്രണ്ടിലെ ബോണറ്റ്, 2 സെറ്റ് ഫെൻഡർ, ഹെഡ്ലൈറ്റ്, ബമ്പർ, ഗ്രില്ല്, പിന്നെ ബാക്കിൽ ഡിക്കി ക്രോം, ടൈലാമ്പ്, ഡിക്കി റിഫ്ലക്ടർ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആ വക സാധനങ്ങളെല്ലാം നമുക്ക് റീപ്ലേസ് ചെയ്ത് ഫുൾ പെയിൻറ്റിങ് ചെയ്യാവുന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു വണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനുള്ള പാർട്സും സാധനങ്ങളും ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വക സാധനങ്ങളെല്ലാം തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ തൃശ്ശൂർ എടുക്കാൻ വേണ്ടി ഞാനും ടോമും കൂടി പോയിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് വരുന്നത്, അതേപോലെ തന്നെ എത്രയൊക്കെ എമൗണ്ട് ആവുന്നുള്ള ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഒന്ന് ചെക്ക് ചെയ്തേക്ക്. അപ്പോൾ ഈ വക സാധനങ്ങളൊക്കെ എടുത്തിട്ട് അതൊക്കെ എന്തൊക്കെയാണെന്നുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ എന്തായാലും സാധനം എടുത്തതിന് ശേഷം നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്ക് സാധനം എടുത്തിട്ട് വരാം. അങ്ങനെ ഫുൾ പാർട്സുകളും കാര്യങ്ങളെല്ലാം എടുത്തു. നമ്മുടെ ഈ വണ്ടി തന്നെ കൊണ്ടുവിട്ടോ. എനിക്ക് ഇന്നോവയുടെയും ഒരു ഫ്രണ്ട് ഗ്രില്ലും അതേപോലെ 2 ഹെഡ്ലൈറ്റ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ തന്നെ എടുത്ത് സാധനങ്ങൾ ഫോർച്യൂണറിൻ്റെ ഫുൾ കിറ്റ് ഇപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. റീപ്ലേസ് പാർട്സും കാര്യങ്ങളൊക്കെ ഞാൻ ഗ്യാരേജിൽ എത്തിയിട്ട് ഞാൻ മഴ പെയ്തുകൊണ്ട് ഇരിക്കാൻ പോകുന്നുണ്ട്. മഴ പെയ്യാൻ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ അവിടെ എത്തുമ്പോൾ മഴയാണെങ്കിൽ നോക്കട്ടെ, നാളെ കാലത്ത് വ്ളോഗിൽ തന്നെ ഉൾപ്പെടുത്താം. അല്ലെങ്കിൽ ഇവിടെ എത്തിയിട്ട് ഇപ്പോൾ തന്നെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, AGP എന്ന് പറഞ്ഞ കമ്പനിയുടെ ബോണറ്റ്, AGP എന്ന് പറഞ്ഞ കമ്പനിയുടെ ഫെൻഡറുകൾ, അതേപോലെ തന്നെ ആക്യുറേറ്റിൻ്റെ വീൽ ആർച്ചുകൾ, അതേപോലെ ഫ്രണ്ടിലെ AGP എന്ന് പറഞ്ഞ കമ്പനിയുടെ ബമ്പർ, ബാക്കിലെ ബമ്പർ, ഹെഡ്ലൈറ്റ് ഇമ്പോർട്ടായിട്ടുള്ള പ്രൊജക്ടർ ടൈപ്പ് ഹെഡ്ലൈറ്റ്, ഈ ഒരു ടൈപ്പ് ഹെഡ്ലൈറ്റ് കേട്ടോ. ഈ ഒരു ടൈപ്പ് ഹെഡ്ലൈറ്റാണ് എപ്പോഴും ഫോർച്യൂണർ ടൈപ്പ് 2-ന് ഭംഗി. ഇതിൻ്റെ DRലൊക്കെ വരുന്നുണ്ട്. പക്ഷേ എനിക്ക് കാണാനായിട്ട് പേഴ്സണലി ഇഷ്ടം ഈ ഒരു ടൈപ്പ് സ്റ്റാൻഡേർഡ് ഹെഡ്ലൈറ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സാധനങ്ങളും അതേപോലെ തന്നെ ബാക്കിലെ ടൈലൈറ്റ് ഐറ്റംസും എല്ലാം വാങ്ങി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വേറെ വരുന്നുണ്ട്. ഇതിൻ്റെ ക്ലിപ്പുകൾ, അതേപോലെ വീൽ ആർച്ചിൻ്റെ ക്ലിപ്പുകൾ, ബമ്പറിൻ്റെ ഹോൾഡറുകൾ, പിന്നെ നമ്മുടെ എയർ വെൻ്റ്, ഫ്രണ്ട് ഗ്രില്ല് സാധനങ്ങളെല്ലാം നമ്മളിത് ഇവിടെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ഫോർച്യൂണർ 2005 തുടങ്ങിയുള്ള കാലഘട്ടത്തിലുള്ള ഫോർച്യൂണർ നമുക്ക് 2012 തുടങ്ങി 2016 വരെയുള്ള ഇതിലേക്ക് ലീഗലായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ആർക്കെങ്കിലും ചേഞ്ച് ചെയ്യാനായിട്ട് താല്പര്യം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. നമ്മുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ എമൗണ്ടും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്തേക്കിട്ടോ. അപ്പോൾ ഇന്ന് ജസ്റ്റ് നമ്മുടെ പാർട്സുകളൊക്കെ വാങ്ങണ ഫോർച്യൂണർ പറഞ്ഞ ഗ്യാരേജിലേക്ക് വന്നതാണ് ഒരു വ്ളോഗായിരുന്നു. അതേപോലെ ബൂത്തിലൊരു വോൾട്ടീസ് പെയിൻറ്റ് ചെയ്യുന്നുണ്ട്, അതുകൂടി കണ്ടിട്ട് നമുക്ക് ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അതേപോലെ നമ്മുടെ ബൂത്തിൽ ടയോട്ടയുടെ വോൾട്ടീസ് നമുക്ക് പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട്. ഫുള്ളായിട്ട് ഒരു ഗോൾഡൻ കളർ വണ്ടിയായിരുന്നു. ഫുള്ളായിട്ട് 040 എന്ന് പറഞ്ഞാൽ ഇന്നോവയ്ക്ക് പറഞ്ഞാൽ വൈറ്റ് കളർ അടിക്കുന്നുണ്ട്. റൂഫ് ബ്ലാക്ക് അടിച്ച് മാസ്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ മിററും കാര്യങ്ങളൊക്കെ ബ്ലാക്ക് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ പണ്ടർക്കോട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫുൾ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഇന്നിൻ്റെ ഫൈനലായിട്ട് ചെയ്യും. അപ്പോൾ വോൾട്ടീസിൻ്റെ നമ്മുടെ 040 എന്ന് പറഞ്ഞാൽ വൈറ്റ് കളർ പെയിൻറ്റിങ് ഫുള്ളായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഡ്യുവൽ ടോൺ പെയിൻറ്റിങ് ചെയ്യുന്ന വാഹനങ്ങൾക്ക് പൈസ ചാർജ് പൊതുവെ വ്യത്യാസങ്ങളുണ്ടാവും. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പോൾ നിങ്ങൾ കാണാം ഫുള്ളായിട്ട് മാസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു റൂഫ്. അത് ഒരു ദിവസം നമ്മൾ ബ്ലാക്ക് അടിച്ചതിന് ശേഷം വണ്ടി ഇട്ട് പിറ്റേ ദിവസം മാസ്ക് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ മാസ്കിങ് കാര്യമെല്ലാം റിമൂവ് ചെയ്തു. അതിന് ശേഷമാണ് ഫുള്ളായിട്ട് ക്ലിയർ കോട്ട് അടിക്കുന്നത്. നമ്മൾ PU പെയിൻറ്റ് സാധാരണ രീതിയിൽ യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് ക്ലിയർ അടിക്കുക ചെയ്യുക. ഇപ്പോൾ അണ്ടർ കോട്ടാണ് ഇപ്പോൾ, അതായത് പെയിൻറ്റ് കോട്ടാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. ഫുള്ളായിട്ട് ഇപ്പോൾ പെയിൻറ്റ് കോട്ട് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ ഫുള്ളായിട്ട് ക്ലിയർ കോട്ട് അടിക്കുമ്പോൾ ഈ ഒരു കട്ടിങ്ങും ഉണ്ടാവില്ല, റൂഫ് സെപ്പറേറ്റായി നിൽക്കില്ല. ഒരു രീതിയിൽ തന്നെ ഈക്വാലിറ്റിയിൽ ക്ലിയർ വന്ന് വീഴുകയും ചെയ്യും കേട്ടോ.
മൊത്തത്തിൽ കൊറോള ഓൾട്ടീസിൻ്റെ ഫുൾ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. 040 എന്ന് പറഞ്ഞ പെയിൻറ്റിങ്ങും റൂഫ് ബ്ലാക്ക്, മിററൊക്കെ ബ്ലാക്ക് വരും, പില്ലേഴ്സൊക്കെ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ സെറ്റ് ചെയ്യുന്ന വീഡിയോസ് കണ്ടിന്യൂ വരുന്നതാണ്. അതിൻ്റെയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോസ് വരുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്തോ. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരും ഒന്ന് ഫോളോ ചെയ്താൽ ഗാരേജിൻ്റെ വർക്ക് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും.